ഗുഡ് മോർണിംഗ് ആയി കേട്ടാ. അപ്പോ നമ്മള് കൊച്ചിന്ന് പുറപ്പെട്ട ഫ്ലൈറ്റ് രാവിലെ ആയി മലേഷ്യയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. കോലാലംപൂരിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആകാശ കാഴ്ചകൾ കണ്ടോ? പ്രഭാത ഗ്രഹണം നമ്മളെല്ലാം തട്ടി ഉണർത്തി. എല്ലാവരും കണ്ണു തുറന്ന് വിൻഡോസ് ഒക്കെ പൊക്കി പുറം കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഞാനും അതന്നെ ചെയ്തു. ഈ കോട്ടൺ ബോൾസ് അടുക്കി വെച്ച മാതിരി മേഘങ്ങൾ കണ്ട ഒരു എന്താ പറയാ പഞ്ഞിക്കെട്ടുകൾ ഇടയിലൂടെ യാത്ര ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ആകാശത്തൂടെ പറക്കുമ്പോ നമ്മളെ ക്യാപ്റ്റൻ കമന്ററി പറയാൻ തുടങ്ങി. കമന്ററി ഒന്നും അല്ല ട്ടോ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യാന്ന് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ. എന്താച്ചാല് നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാല് നമ്മള് എമിഗ്രേഷനിൽ പോയിട്ട് നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യണം. പിന്നെ പിന്നെന്താ വേറെ ഫ്ലൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വേഗം തന്നെ പോയി കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ സത്യം പറയാലോ എനിക്ക് അവരുടെ ആക്സന്റ് അത്ര മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ ഊഹിച്ചെടുത്ത കാര്യങ്ങളാണെന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. ഇങ്ങനെ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നന്ദിയുള്ളത് റൈറ്റ് ബ്രദേഴ്സിനോടാണ്. അവര് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആർക്കും ഇങ്ങനെ പറക്കാൻ കഴിയില്ല. അപ്പോ റൈറ്റ് ബ്രദേഴ്സിന് ഇരിക്കട്ടെ ഒരു സല്യൂട്ട്. എനിക്ക് തോന്നുന്നു 1903 തോന്നുന്നു അവര് ഫ്ലൈറ്റ് ഡെവലപ്പ് ചെയ്തത്. രണ്ടാൾക്കാർ കൂടിയിട്ട് ചെയ്ത കാര്യമാണ്. പക്ഷെ എനിക്കൊരു അഹങ്കാരം ഉണ്ട് കേട്ടാ. നമ്മളെ പുരാണത്തിലും പറയുന്നുണ്ട് പുഷ്പക വിമാനം. അപ്പോ റൈറ്റ് ബ്രദേഴ്സിനെക്കാട്ടി മുന്നേ അത് ഇന്ത്യയിൽ പ്രചാരത്തിൽ ഉണ്ട് എന്ന ഒരു സ്വകാര്യ അഹങ്കാരം. ചുമ്മാതാട്ടോ, ജാട ഒന്നും വിചാരിക്കണ്ടേ. എയറോപ്ലെയിനിന്റെ ഫ്ലാപ്സ് ആണ്. അത് നമ്മളെ എയറോപ്ലെയിൻ ലാൻഡിങ്ങിനും സ്പീഡ് ബാലൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണത്. അതിനെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. അത് എയർപ്ലെയിനിന്റെ ഫ്ലാപ്സ് ആണെന്ന് എനിക്കറിയാം. അങ്ങനെ നമ്മള് ഭൂമി കാണാൻ തുടങ്ങി കേട്ടോ. ആകാശത്തുനിന്ന് നമ്മൾ താണ് മേഘങ്ങളിൽ നിന്നും താണ് നമ്മള് ഭൂമിയിലത്തെ കാഴ്ചകൾ ഇപ്പൊ കാണാൻ തുടങ്ങി. അപ്പൊ നമ്മള് മലേഷ്യയിലെ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇറങ്ങാൻ പോകുന്നത്. അത് മലേഷ്യന്റെ ക്യാപിറ്റൽ ആണല്ലോ കോലാലംപൂർ. അവിടെ സെലങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെപ്പാങ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് ഈ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. ഇവിടെ 3 ഇൻഡിപെൻഡന്റ് റൺവേ ഉണ്ട് കേട്ടോ. നമ്മളെ കൊച്ചിയിൽ ഒന്നേ ഉള്ളൂ കേട്ടാ. സാരില്ല, പോട്ടെ, നമുക്ക് ഭാവിയിൽ അങ്ങനെയൊക്കെ വരുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ത്യയിലില്ലേ ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹി ഇല്ലേ, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, അവിടെ 4 റൺവേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൺവേ ഉള്ളത് ആംസ്റ്റർഡാമിലെ എയർപോർട്ടിലാണ്. നെതർലാൻഡിലെ ആംസ്റ്റർഡാം. കഥകൾ പറഞ്ഞ് കുറെ സമയം പോയി മക്കളെ. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാണ്. അച്ചോനെ കാത്തോളനെ, ഒന്നിക്കലും മുകളിലോട്ട് അല്ലേ താഴോട്ട്. അങ്ങനെ നമ്മൾ ഭൂമിയിലെത്തി. ഭാഗ്യം കൊണ്ട് പടച്ചോൻ കൈവിട്ടില്ല. പിന്നെ പൈലറ്റും ഫ്ലൈറ്റും എല്ലാം പ്രോപ്പർ ഫങ്ഷനിങ് ആയതുകൊണ്ട് സമാധാനത്തിൽ മലേഷ്യയിലെത്തി മക്കളെ. ഈ എയർപോർട്ടിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി കേട്ടോ. പെട്ടി ഓട്ടോറിക്ഷകൾ ഇട്ട മാതിരിയാണ് ഫ്ലൈറ്റ് ഇങ്ങനെ കിടക്കുന്നത്. എത്ര ഫ്ലൈറ്റുകളാണെന്നറിയാം. എന്റെ മക്കളെ, നിങ്ങൾ കാണുന്നുണ്ടാ? തീർന്നില്ല മക്കളെ, ഇതാ കിടക്കുന്നു ഒരു യമണ്ടൻ മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ്. ഇതിലാണോ ഞാൻ പോണ്ടത്? അങ്ങനെ നമ്മൾ കോലാലംപൂരില് ടെർമിനൽ 1 എത്തിയത്. എന്റെ ഫ്ലൈറ്റ് MH109. 7:45 കേട്ടോ സമയം. പ്രശ്നമൊന്നുമില്ല, നമുക്ക് 9:10 അടുത്ത ഫ്ലൈറ്റ്. അപ്പോ ഇതാണ് ആ സാധനം കണ്ടോ, അത് നമ്മളെ ഫ്ലൈറ്റിലേക്ക് നമ്മള് കേറാൻ സഹായിക്കുന്ന സാധനമാണ്. ഓക്കെ. അങ്ങനെ കോലാലംപൂർ എയർപോർട്ടിൽ എത്തി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാന് പിന്നെ എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്താ വെച്ചാൽ എന്റെ ഫ്ലൈറ്റ് നമ്പറും അതിന്റെ ഗേറ്റ് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ അതിന്റെ വെപ്രാളത്തിൽ ഞാൻ സ്ക്രീൻസ് ഉണ്ടാവും, സ്ക്രീൻസിൽ വിസിബിൾ ആയിരിക്കും നമ്മളെ ഫ്ലൈറ്റ് നമ്പറും അതിന്റെ ഗേറ്റും. അതനുസരിച്ചിട്ട് ഡയറക്ഷൻ ബോർഡ് ഉണ്ടാവും. അത് വെച്ച് നമ്മൾ സഞ്ചരിക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ ഗേറ്റ് ഏതാണോ, ഞാൻ പോകുന്ന ഗേറ്റിൽ ഷട്ടിൽ കയറി പോണം. അങ്ങനെ ഞാൻ ഈ ഷട്ടിൽ കയറി. ഫുൾ വിദേശികളായിരുന്നു, ഒരു സ്വദേശിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും വിദേശികളുടെ ഇടയിൽ ഒരു ഇന്ത്യക്കാരിയായി യാത്ര ചെയ്യാൻ എനിക്ക് പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോ നമ്മളെ ഗേറ്റിലേക്ക് കുറച്ച് യാത്രയുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കുറേ ഫ്ലൈറ്റുകൾ കാണാൻ പറ്റും. ആകാശം നോക്കി എന്ത് ഭംഗിയല്ലേ. നോക്കിയ ഫ്ലൈറ്റ് ഫുൾ മലേഷ്യൻ എയർലൈൻസ് ഇങ്ങനെ തരതരാന്ന് പറഞ്ഞ് നിരത്തിയിട്ടിട്ടുണ്ട്. ഗുഡ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻസിൽ ഉണ്ടാവും നമ്മളെ ഫ്ലൈറ്റ് നമ്പറും പിന്നെ ഗേറ്റും. അതനുസരിച്ചിട്ട് നമുക്ക് ഡയറക്ഷനും ഉണ്ടാവും ഓരോ സ്ഥലത്തേക്ക്, ഇന്നേ ഗേറ്റ് ഇന്നേ ഭാഗത്ത്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. നമ്മൾ പാനിക് ഒന്നും ആവണ്ട, സമാധാനത്തിൽ പോയാൽ മതി. എല്ലാം സമാധാനത്തിൽ നമുക്ക് സമാധാനത്തോട് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ.
ഇപ്പൊ കണ്ട മലേഷ്യൻ എയർലൈൻസ് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് എന്താ അല്ലേ. അപ്പൊ നമ്മളെ ഗേറ്റിലേക്ക് ഞാൻ ബസ്സിലാണ് പോകുന്നത്. അപ്പൊ ആ ബസ്സിൽ പോകുമ്പോ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. കുറേ മലേഷ്യൻ എയർലൈൻസ് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബ്രിട്ടീഷ് എയർലൈൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് കംപ്ലീറ്റ് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ സിംഗപ്പൂർ എയർലൈൻസ് കാണുന്നില്ലേ മക്കളെ നിങ്ങള്? കണ്ടാ? അങ്ങനെ ഞാൻ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മുടെ സിഡ്നിയിലേക്കുള്ള ഫ്ലൈറ്റിന്. അപ്പോ എന്റെ ഫ്ലൈറ്റ് നമ്പർ MH0141 ഫ്രം കോലാലംപൂർ ടു സിഡ്നി. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യാണ്. ഇതെല്ലാം ആ ഫ്ലൈറ്റിൽ കയറേണ്ട ആൾക്കാരാട്ടോ. ഇവിടെ എമിഗ്രേഷൻ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് ബോർഡിങ് ചെയ്യുക. ഇപ്പൊ നമ്മളെ സമയമായി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. എന്റെ ഫ്ലൈറ്റ് MH141 കോലാലംപൂർ ടു സിഡ്നി. എന്റെ സീറ്റ് 30A ആണ്. ഓക്കെ, ആദ്യം ബിസിനസ് ക്ലാസ്സുകാരൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ എക്കണോമിക് ക്ലാസ്സുകാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മള് കോലാലംപൂരിൽ ഒന്ന് ചവിട്ടി കേട്ടോ. മലേഷ്യയില് എന്റെ മുന്നിൽ പോകുന്ന ആൾക്കാർ ബിസിനസ് ക്ലാസ്സിൽ കയറുന്ന ആൾക്കാരാണ്. ബിസിനസ് ക്ലാസ് ഫ്രണ്ട് സൈഡിലാണ് വരുന്ന ഫ്ലൈറ്റിന്റെ. ബാക്ക് സൈഡിലേക്കാണ് നമ്മളെ എക്കണോമി വരുന്നത്. എന്തായാലും നമ്മൾ ഫ്ലൈറ്റിൽ ഇതാ കാലെടുത്ത് വെക്കുന്നു. ഓക്കെ ഗൈസ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഉണ്ടായിരുന്നു. എയറോസ്ട്രസ്, ഷി വാസ് ബ്യൂട്ടിഫുൾ. നല്ല ഡ്രസ്സിങ് ആയിരുന്നു അവരുടെ. കാണാനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവര് ചെക്ക് ചെയ്യാണ് അവരുടെ സീറ്റൊക്കെ. അപ്പോൾ അവര് ബിസിനസ് ക്ലാസ്സിലായതുകൊണ്ട് ഫ്രണ്ട് സൈഡിലേക്ക് പോകാൻ പറഞ്ഞു. നമ്മൾ എക്കോണമി കണ്ട, അവിടെ എഴുതിയിട്ടുണ്ട് എക്കോണമി. നമ്മൾ എക്കണോമിക്കാര് അവരെന്റെ ടിക്കറ്റ് ഒക്കെ നോക്കി ഇതിലേ പോയിക്കോളൂ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുന്നോട്ട് നടക്കാൻ കണ്ട കുറേ സീറ്റ്, 3 സെക്ഷൻസ് ഉണ്ട്. ഒരു സൈഡിൽ 2 സീറ്റ്, മിഡിലിൽ 3 സീറ്റ്, പിന്നെ അതിന്റെ അപ്പുറത്തെ സൈഡിലും 2 സീറ്റ്. ഇത് ലാവറ്ററി ആണ്. ഒരു ചേച്ചി ലാവറ്ററി പോയിട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല ഈ ഫ്ലൈറ്റ് മൂവ് ചെയ്യാത്ത സമയത്ത് ലാവറ്ററി യൂസ് ചെയ്യാൻ പറ്റും. ട്രെയിനിലൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ ബാത്റൂം മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തായാലും പിന്നെ ഇതാണ് ഈ ഒരു അമ്മുമ്മനെ കണ്ട, അതൊരു സുഡാനീസ് അമ്മുമ്മയാണ് കേട്ടോ. സുഡാനിയാണ് ആ അമ്മുമ്മ. ആ അമ്മുമ്മയും ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു അവസാനം. അമ്മുമ്മേന്റെ അടുത്താണ് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്റെ സീറ്റിൽ സെറ്റിലായി. ഞാൻ പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുമ്പിൽ സ്ക്രീൻ ഉണ്ടായിരുന്നു, അത് കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ചാർജിങ് പ്ലഗ്, എന്റെ ഫോണിൽ പറ്റിയ ചാർജിങ് പ്ലഗ് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. പണിയായി എന്ന് വിചാരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ വെച്ച് വയ്യ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എയറോസ്റ്റേഴ്സിനോട് ചോദിക്കാം അവരുടെ കയ്യിൽ ചാർജിങ് ചെയ്യാനുള്ള എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കയറി വരികയാണ്. എല്ലാവരും അവരുടെ സീറ്റ് നോക്കുകയാണ്, സെറ്റിൽ ആവുകയാണ്. ഞാൻ പിന്നെ എന്റെ വിൻഡോയിലൂടെ പുറത്തെ കാഴ്ചകളുണ്ട്. എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് കണ്ട മക്കളെ. അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.